വേദിയിലേക്ക് എത്തുന്നു ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ബിനു കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ എന്നാ ഉണ്ട് വിശേഷം? കാഞ്ഞിരപ്പള്ളി സുഖമായിട്ട് ആണോ? ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണോ വരുന്നത്? കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നത്. ഓക്കെ, ശരി. ബിനു എന്ത് ചെയ്യുന്നു? ഞാൻ മിമിക്രിയും ചെയ്യുന്നുണ്ട്, കൂടെ അതിപ്പോ നമ്മൾ കാണാൻ പോവാണ്. അതല്ലാണ്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. കല്യാണത്തിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. സോ ബിനു എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്ന് എന്താ പരിപാടി? ആദ്യമായിട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. ഓ, വെരി ഗുഡ്. നിങ്ങൾ ഇപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടന് മാത്രം ഈ ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവോത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാലോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടത് ഇവരെത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാത്തതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. CM മോഹൻദാസിൻ്റെ മെക്കിട്ടിക്കറാമോദാണ് ഞാൻ കൊന്നത്. ഇനി താനും കൂടി അതിനെതിരെ സാക്ഷി പറയാൻ പോവണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് വിടച്ചേക്കുമ്പോൾ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടൂപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടശം കൊന്നിരിക്കും. അടിപൊളി. മണിച്ചേട്ടൻ്റെ ഈ ഒരു വോയിസ് അങ്ങനെ അധികം ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അടുത്ത ജനാർദ്ദൻ. ജനാർദ്ദൻ ചേട്ടൻ്റെ കാര്യസ്ഥൻ എന്ന സിനിമയിലെ ഒരു കാഴ്ചക്കുറവുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എടാ മാധവ, എനിക്കെന്തോ സുശീൽ അത്ര വിശ്വാസം പോരാ. അവൻ അപ്പന്മാർ കാലം തൊട്ടേ അവർ വെറും നായകളാ. അയ്യോ, അതിർത്തി മാറി വെടിവെച്ചല്ലോ ഈശ്വര. ബാബുരാജിന്റെ ശബ്ദം. ഓക്കെ, രണ്ട് രാധാസാണോ? അതല്ല, നമ്മുടെ മായാമോഹിനിയിലെ മായാമോഹിനി എന്ന ചിത്രത്തിലെ. എടാ ബാലകൃഷ്ണ, അതവളെ ചാരടൊന്നും അല്ല, അതവളെ കാസീന. നീ ഇങ്ങനെ കുടുംബത്തിൽ ഇപ്പോഴുന്ന പെൺകൊച്ചിനെ പറ്റി നമ്മളെ സംസാരിക്കല്ലേ, അതെനിക്ക് സഹിക്കില്ല. മോളെ മോഹൻകുട്ടി, അതെ ഇന്നലെ മോഹൻകുട്ടി റൂമിലെടുത്തും വന്നില്ലേ? അവൻ ആരാ? അമ്മാവ സമയം എത്രയായി? പറഞ്ഞ പോലെ എന്റെ വാച്ച് ഉണ്ടല്ലോ, എന്റെ സമയം ശരിയല്ല. ക്യാപ്റ്റൻ രാജു. എവരിബഡി, മാർക്കറ്റിൽ നിന്ന് ഫ്രീ ആയി കിട്ടുകൊണ്ട് വാങ്ങിയതാ, അതുകൊണ്ട് ഫ്രൈയും ചെയ്യാം. മോനെ, ഈ FC എന്ന് പറഞ്ഞ തലപ്പത്തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുകളിൽ നോടുവെടാജ്ഞയുണ്ടാവും, എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂവർ ഇന്ത്യൻ. ആസിഫ് അലി. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കും അല്ലേ? അപ്പൊ ഞാനാരാ? എന്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാചിന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു കുളത്തറ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു. മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണ് തന്നെ. എൻ്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസ് കുട്ടി, പാലയിലൊരു പ്ലാന്ററാണ്. അപ്പൊ പറയാൻ മറന്നുപോയി. വിഷ് യു ഹാപ്പി അല്ലെങ്കിൽ വേണ്ട ഒരു അടിപൊളി ലൈഫ്. അതെ, അത് ഈ വേദിയിൽ വന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഏതൊരു പ്രോഗ്രാം ചെയ്തൊരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന പക്വൻ്റെ കൂടിയാണ്. ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാണെങ്കിൽ നിങ്ങളെ കാണാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഗുഡ് വൺ. അപ്പൊ അതായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ട് ബിനു കൊണ്ടുവന്ന ഒരു പെർഫോമൻസ്. ഗുഡ് ജോബ്. അപ്പൊ എന്തായാലും നമുക്ക് വിദഗ്ധ ഒപ്പീനിയൻ ചോദിക്കാം, വിദഗ്ധ ഉപദേശത്തിലേക്ക്. നന്നായിരുന്നു. ക്യാപ്റ്റൻ രാജുവിന്റെ ഒക്കെ ശബ്ദം അങ്ങനെ ഇപ്പോഴാരും അങ്ങനെ എടുക്കാറില്ല, ശബ്ദം അനുകരിക്കാറില്ല. പക്ഷെ വളരെ അത് കറക്റ്റ് വോയിസ് ആയിരുന്നു ക്യാപ്റ്റൻ സാറിന്റെ സൗണ്ട്. പിന്നെ ഈ സൗണ്ടിൽ ഇദ്ദേഹത്തിന് ഞാനും അന്നത്തെ ഒരു പയ്യൻ പറഞ്ഞല്ലോ, അവന്റെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു ഈ പൃഥ്വിരാജിന്റെ. ഞാൻ വിചാരിച്ചു പറയുന്നു. എല്ലാം കൊള്ളായിരുന്നു കേട്ടോ, പറഞ്ഞതെല്ലാം വളരെ നന്നായിരുന്നു. പിന്നെ നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ബാബുരാജന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വശത്ത് വെച്ച് രണ്ട് രാധാസ. സാധാരണ എല്ലാവരും ആ ഡയലോഗാണ് പറയുന്നത്. ഇത് മായാമോഹനിലെ ഡയലോഗ് ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. വിനു ഹാപ്പി അല്ലേ? അപ്പൊ കാഞ്ഞിരപ്പള്ളി എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയൂ. തീർച്ചയായിട്ടും പറയും. ശരി, ഓക്കെ. അപ്പോ നന്ദി, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.
യോ പന്നേക്കുമ്പോ തീർന്നു, അതുകൊണ്ട് ഞാൻ കൈ നിട്ടതാ. ചേട്ടാ ഞങ്ങൾ ഇന്നലെ ഓട് മാറ്റിയിട്ട് ചോർച്ച മാറി. ഹലോ ഹലോ ഹലോ, ഇങ്ങനെ ഇവിടെ വന്നേ കസരത്ത് കാണിക്കാൻ നിങ്ങളുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഒന്നല്ല ഇത്, ഞങ്ങളുടെ ഫ്ലോറാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒന്നും അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അയ്യോ എക്സർസൈസ് ചെയ്തതല്ല, പിന്നെന്താണ്? ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ ഇച്ചിരി സ്പ്രേ അടിച്ചതാ ശരീരത്തിൽ മൊത്തം. അത് ശരി. നിങ്ങൾ ആരാണ് മനസ്സിലായില്ല? ആരാത് മനസ്സിലായില്ലെന്നോ? എന്നെ മനസ്സിലായില്ലെന്ന്, ഇവർക്ക് എന്നെ മനസ്സിലായില്ലെന്ന്. അതെ, ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനും സാഹസികനുമായ ഒരു കരാട്ടെ മാഷാണ് ഞാൻ. ഓ ഏത് കൂട്ടം? ഏത് കൂട്ടം? നിങ്ങൾ നിക്രമുള്ളി. ആരാണ് നിക്കരമുള്ളി? അയ്യോ അതല്ല ഞാൻ പറഞ്ഞേ. പിന്നെ നിങ്ങൾ ഈ നിക്രമുള്ളി എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടോ? ആ അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന അതിസാഹസികനായ ഒരു കരാട്ടക്കാരനാണ് ഞാൻ. ആണല്ലേ? പക്ഷെ കരാട്ടക്കാരനാണെങ്കിലും നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. ആ. ജുബ്ബ ഇട്ടോണ്ട് വന്നല്ലോ. അല്ല അത് മറ്റേ ഇതിന്റെ മേളിലിടുന്ന സാധനം അമ്മ പള്ളിയിൽ പോയപ്പോഴേ മറ്റേ ചട്ടയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഞാൻ വെച്ച് കരാട്ട കഴിഞ്ഞാൽ നേരെ കഥാപ്രസവത്തിന് പോകുന്നു വിചാരിച്ചു. ഇല്ല സത്യത്തിൽ ഞാൻ ഇവിടെ അല്ലല്ല, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജംബർ ബാബു. ജംബർ ബാബു. ജംബർ ബാബു എന്ത് സാഹസികതയാണ് കൂടുതലും കാണിക്കാറുള്ളത്? ഞാൻ സാഹസികാന്ന് പറഞ്ഞു ഞാൻ ഈ 10 നില കെട്ടിടത്തിന്റെ മേളിലേക്കേ കയറെ തൂങ്ങി വിളിച്ചില്ലേലും വലിഞ്ഞു കയറി ചെല്ലും. എന്റെ ചുമ്മാ ഇതൊക്കെ ലോകം തോന്നേണ്ടത്. പിന്നെ അല്ല, അത് നുണയെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇതിപ്പോ നിങ്ങൾ വലിഞ്ഞു കയറി ചെല്ലണമെങ്കിൽ കയറിൽ കയറി പോകണ്ടേ? അപ്പൊ ഈ ആദ്യം കയറ് അവിടെ കെട്ടാൻ പോകണ്ടേ? അതിന് വേറൊരു സംഭവം ഉണ്ട്. എന്റെ കയ്യിൽ ഒരു ഉറുമ്പുണ്ട്. ഉറുമ്പോ? ഉറുമ്പല്ല, ഉടുമ്പ്. ഉടുമ്പ്. ഈ ഉടുമ്പ് പിടിച്ചാ വിടൂല്ലോ. ഉടുമ്പിന്റെ അരയിൽ വള്ളി കെട്ടിയച്ച് ഈ ഉടുമ്പിനെ ഇങ്ങനെ മേളിലേക്ക് എറിയും, 10 നില കെട്ടിടത്തിന്റെ മേളിലേക്ക് എറിയും. അപ്പൊ ഈ ഉടുമ്പ് മേളിലേക്ക് എന്ന് വെച്ചാൽ ജയൻ പിടിച്ച് ഇങ്ങനെ നിക്കണാരി ഇങ്ങനെ നിന്നുവെച്ചാ ഇങ്ങനെ കാണിക്കും. ജയൻ അങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ ഉടുമ്പിന്റെ അര കിടക്കണ വള്ളിയിൽ ഇങ്ങനെ കപ്പയാരും മണിയടിക്കാരും ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കും. മുറുകിന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ പതുക്കെ കേറിയൊക്കെ പോകും. അത് ശരി. അപ്പൊ ഇനിയിപ്പോ വേറൊരു 10 നില കെട്ടിടത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം പോവും. എങ്ങനെ പോവും? ഉടുമ്പിനെ കൊണ്ട് പോകും. ആ ഉടുമ്പ് അവിടെ പറ്റി പിടിച്ചാൽ പിന്നെ ഉടുമ്പ് പറ്റി പിടിച്ചാൽ പിന്നെ വിടത്തല്ലോ. പിന്നെ എങ്ങനെയാണ്? അതിന് ട്രിക്കുണ്ട്. ഈ 10 നില കെട്ടിടത്തിന്റെ മേളിൽ ചെന്നതിന് ശേഷം ഈ ഉടുമ്പിന്റെ നാഭിച്ചുഴി നോക്കി ഒരു ചുടുചുംബനം അല്ലെങ്കിൽ ഒരു കിക്കിളി. അപ്പൊ ഈ മനുഷ്യനൊരു നാണമില്ല എന്ന് പറഞ്ഞ് ഉടുമ്പ് ഇങ്ങനെ അയ്യേ ഇങ്ങനെ മുഖം തപ്പുമ്പോ നമ്മൾ ബിഗ് ഷോപ്പർ തുറന്നാൽ മതി, ഈ ഉടുമ്പ് അങ്ങോട്ട് വീണു. ഇപ്പൊ ഇവിടെ എന്താ വന്നത്? എന്താണ് ഇവിടെ വന്നതിന്റെ വെച്ചാല് ഞാനൊരു പേരുകെട്ട കരാട്ട മാഷാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ചാനലിലൂടെ എന്റെ കരാട്ട ക്ലാസ്സിനെ കുറിച്ചൊരു ക്ലാസ് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി ചില്ലറ കൂടുതൽ കിട്ടിയാണ്. അയ്യേ, അങ്ങനെ നമ്മളൊക്കെ ഇവിടെ മാത്രമല്ല, ഇപ്പൊ നമ്മളിതിപ്പം ഇങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ നമുക്ക് എന്താണ് പ്രയോജനം? അല്ല, നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾക്കൊരു സംഭവം, നിങ്ങൾ ആരെങ്കിലും ഞാൻ കരാട്ട പഠിപ്പിക്കാം. ഞങ്ങളെ ചുമ്മാ അത് കൊള്ളാം. എനിക്ക് ഞാൻ കുറെ നാളായി വിചാരിച്ചിരിക്കുന്നു കരാട്ടെ പഠിക്കാം. അല്ല പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. പെണ്ണുങ്ങൾക്ക് കരാട്ട പഠിക്കാൻ കൊള്ളാം. പെണ്ണുങ്ങൾക്ക് ധൈര്യം ഉണ്ട്. അല്ലല്ല, പെണ്ണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ പെണ്ണുങ്ങളോട് നിങ്ങളുടെ ഒരു തെറ്റായ ധാരണയാണ്. പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ധൈര്യമില്ലേ പെണ്ണുങ്ങൾക്ക്? അതാണ്. പെണ്ണുങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. അത്രക്ക് ധൈര്യമാണോ? ഉണ്ട്. അന്നാ നിങ്ങളൊന്ന് തെളിയിച്ചേ ധൈര്യമാണെന്ന്. അയ്യോ ഇത് മൊത്തം പെണ്ണുങ്ങളായി പോയല്ലോ. ധൈര്യം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കണ്ടേ? നിങ്ങള് കല്യാണം കഴിച്ചാണല്ലോ അല്ലേ? തോന്നണല്ലേ? ഒരു പെണ്ണും കെട്ടും തോന്നണ്ട. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കാൻ ചെന്നപ്പോ പെണ്ണ് കാണാൻ എത്ര പേര്? പെണ്ണ് കാണാൻ ചെന്നപ്പോ ഞാനും എന്റെ കൂട്ടുകാരൻ 4 പേരും കൂടി 5 പേര് പോയി. നിങ്ങൾ 5 പേര് കൂടിയിട്ടോ? 5 പേര് ഞങ്ങള്. നിശ്ചയത്തിന് എത്ര പേരുണ്ടായിരുന്നു? നിശ്ചയത്തിന് ഞങ്ങൾ 50 പേര് പോയി. നിങ്ങൾ 50 പേര് അവിടെ ചെന്ന് കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? 150 പേര് പോയി. ഓ, വലിയ കല്യാണമായിരുന്നു. ഓക്കെ, അപ്പൊ 150 പേര് ചെന്ന് ആണ് കല്യാണം കഴിച്ച് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നത്. ചേച്ചി എത്ര പേരുമായിട്ടാ വന്നത് വീട്ടിലേക്ക്? ഒരാളായിട്ട്, ഒറ്റയ്ക്ക്. ഒരാള്. നിങ്ങൾ 150 പേരെയും കൂട്ടിയിട്ടാ പോയത്. പെണ്ണുരുത്തി ഒറ്റയ്ക്ക് വന്നില്ലേ? അതാണ് ഞങ്ങളുടെ ധൈര്യം. മനസ്സിലായാ? നല്ലതായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടായില്ലേ? വന്നു പറഞ്ഞപ്പോഴത്തേക്ക് അതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ, രാജ്യസ്നേഹമുള്ളവരാ. രാജ്യത്തെ രക്ഷിക്കാൻ കൂട്ടത്തോടെ പോണേ. പക്ഷെ ഒരു ചാവേർ ആ ഭാഗം നശിപ്പിക്കാൻ വന്ന ഒറ്റയ്ക്കാ. അത് മനസ്സിലായോ? അല്ല, നിങ്ങൾ എന്റെ സൈഡാണോ ഇയാളുടെ സൈഡാണോ? അല്ല, ഇക്കാര്യം പറയുമ്പോ നമ്മൾ സൈഡിലൂടെ പോയിന്റ് വരും. സത്യം പറയുമ്പോ പിന്നെ സൈഡിൽ നിൽക്കണം. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. ആണോ? അത് അത്ര
അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ഈ ഓടൊന്ന് തലക്കടിച്ച് പൊട്ടിക്കാം. ഈ ഓട് തലക്കടിച്ച് പൊട്ടിക്കണം. ആ, അതെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അയ്യോ കാലമാടത്തി എന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കാനാണോ ഞാൻ പറഞ്ഞേ? അല്ല നിങ്ങള് പിന്നെ നിങ്ങളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കാനല്ലേ ഞാൻ പറഞ്ഞേ? ഇയാള് തലക്കടിച്ച് പൊട്ടിക്കാനേ പറയണമായിരുന്നു. അതെ നിങ്ങളിപ്പോ നമ്മള് കേട്ടോണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഈ ഓടെടുത്ത് തലക്കടിച്ച് പൊട്ടിക്കാനാ പറഞ്ഞത്. അത് ആരുടെ നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളുടെ പറഞ്ഞേക്കും എന്റെ തലച്ചോറ് തെറിപ്പിച്ചില്ലേ ഇവര്? അത്ര ധൈര്യമാണോ? അത്ര ധൈര്യമാണോ? അത് പഠിപ്പീര്. ആണോ? നല്ലൊരു ശിക്ഷ കിട്ടിയില്ല നിങ്ങൾക്ക്. ചേട്ടാ ഈ കരാട്ടെ പഠിക്കുമ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മഹർഷിയുടെ കൂട്ടായി പോയി. അതായത് എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റുമോ കരാട്ടെ പഠിച്ചാല്? എല്ലാ ആക്രമണം പഠിച്ചു കഴിഞ്ഞ എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റും. പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. രണ്ടെണ്ണം മാത്രം. ഒന്ന് കൊന്നപ്പത്തലിനുള്ള അടിയും ചുടുകട്ടയ്ക്കുള്ള ഏറും. ഇത് മാത്രമേ നമുക്ക് ചിലപ്പോൾ തടുക്കാൻ പറ്റില്ല. കാരണം അകലെന്ന് വെച്ചാൽ ഒറ്റ ഏറ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകില്ലേ, അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് എല്ലാരും പഞ്ച് ചെയ്ത് ഇടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് നല്ല ആരോഗ്യം വേണമായിരിക്കും. പിന്നെ കൈക്ക് നല്ല ആരോഗ്യം വേണം. കൈക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ നല്ല മണലുണ്ടല്ലോ, നല്ല ചൂടൻ മണല്, അതിങ്ങനെ ചാക്കിനകത്ത് കെട്ടി തൂക്കിട്ട് ഭയങ്കര ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും കൈക്ക്. അതപ്പോ എല്ലാ ദിവസവും ചെയ്യണോ? എല്ലാ ദിവസവും ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ എന്ന് ഈ ചൂടുള്ള മണൽ എവിടെ നിന്ന് കിട്ടും? ചൂടുള്ള മണലോ? എനിക്ക് കടല വറക്കണ പരിപാടിയല്ലേ. കടല വറക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ സഞ്ചി ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടിക്കും. ആ കൈ ഒന്ന് പിടിച്ചു നോക്ക് അശ്വതി. പിന്നെ നോക്ക്. ഈ കയ്യോ പഴം പോലെ ഇരിക്കുന്നു. പഴം പോലെയാണോ? ആ ഇന്നലെ ഞാൻ ഇടിച്ചില്ല, അതാ. ഒരു ദിവസം ഇടിച്ചില്ലെങ്കിൽ പഴമാവൂ. ദിവസം ഇടിച്ചില്ലേ പഴമായി. ചേട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഈ ശത്രുക്കളെ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാം? എന്റെ കൊച്ചെ കരാട്ടെ പഠിക്കണോ? പഠിക്കണമെങ്കിൽ ഇങ്ങനെ വളവളാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. തപാലിനകത്ത് നീന്തൽ പഠിച്ചായിരിക്കും. അതിന് കരാട്ടയ്ക്ക് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ കൊച്ചിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടക്കുന്ന സംഭവം എന്ന് കാണണം. അത് തല്ലണത് എങ്ങനെ തടയണം എന്നല്ലേ? ഒരാള് നമ്മളെ തല്ലി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ തടയും? അത് ഞാൻ കാണിച്ചു തരാം. തടയാനുള്ള മുറകളൊക്കെ കാണിച്ചു തരാം. തടയാൻ എല്ലാ സാധനവും ഞാൻ കാണിച്ചു തരും. എന്നാ കാണിച്ചു അടിക്കാം. ഞാൻ അടിക്കാനോ? അല്ലല്ല, നമുക്ക് വേറെ ആളെ ഇറക്കാമല്ലോ അടിക്കാൻ. ആരെ? നോബി ചേട്ടാ ഒരു സഹായം. പുള്ളി വേണ്ട, പുള്ളി വേണ്ട. അല്ല പുള്ളി അടിപൊളിയാ. ഇല്ല എനിക്ക് അത്ര അടിപൊളി ഇഷ്ടമല്ല. പുള്ളി മതി. ഇത്രയും വലിയ മാസ്റ്റർ അല്ലേ, നിങ്ങൾക്ക് അത്രയെങ്കിലും ആള് വേണം. ഭയങ്കര അഭ്യാസം വന്നിട്ട് നിങ്ങൾ 10 കൊല്ലം ഞാൻ കലി കയറിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ എന്നെ ചെയ്യാന്ന് അല്ല എന്നാലും നിങ്ങൾ വേറെ ചെറിയ മനുഷ്യനാണല്ലോ. പേടിക്കണ്ട, കുഴപ്പമില്ല, പേടിക്കണ്ട. എനിക്ക് കരാട്ടെ അറിയില്ല. ഇല്ലേ? ഇല്ലില്ല, ഒന്നും പറഞ്ഞൂടാ. എന്നാ അയ്യോ തടയണേ. ഇതെല്ലാം ചുരുട്ടാണോ അത്? ഇത് വെച്ച് തല്ലാൻ പോകണോ? ഇല്ല, കാറ്റാടി. അപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങള് എങ്ങനെ തല്ലിയാലും ഞാൻ തടുക്കും. അല്ല അങ്ങനെയല്ല, അല്ല ഞാൻ സ്റ്റെപ്പ് എടുക്കട്ടെ, സ്റ്റെപ്പ് എടുക്കട്ടെ. അല്ല അല്ല അയ്യോ അല്ല പെങ്ങളെ നിക്രൂരി അടിക്കരുത്. നിങ്ങൾ എന്തോ കരാട്ടെ മാഷ ഇവിടെ മുഴുവൻ നിന്ന് കൊള്ളുമായിരുന്നല്ലോ തടുക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. നാണോടാ നിങ്ങക്ക്? ഇപ്പഴാ എനിക്കൊരു കാര്യം മനസ്സിലായേ. എന്താ? ചുടുകട്ടക്കുള്ള ഏറും കൊന്നപ്പത്തലിനുള്ള അടി മാത്രല്ല, തലയ്ക്ക് വെളിവില്ലാത്തവൻ തല്ലിയാലും തടുക്കാൻ പറ്റില്ല. അങ്ങനെ പാഠം പഠിച്ചില്ലല്ലേ? ഹലോ, അങ്ങനെ ഒരു പാഠം പഠിച്ചല്ലോ. അങ്ങനെ അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം. അപ്പൊ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ച് വിടാം കേട്ടോ, ഇതുപോലെ. ഇനി വേണോ? വേണ്ട.